നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാസീസ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് സിവിൽ പോലീസ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മ കാണും. ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ആ മേഖലയാണ് നമ്മൾ പഠിച്ച് മാറ്റിയത്. അതായത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ ഇനി മുതൽ അറിയപ്പെടുവാൻ പോകുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ ജനറൽ എക്സെപ്ഷൻസ് എന്തെല്ലാം ആയിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് പഠിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? IPCയിൽ പ്രതിപാദിച്ചിരുന്ന ഒരു പ്രത്യേക മേഖലയുണ്ട്. ഒഫൻസസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ ഒരു മേഖലയുണ്ട്. അതായത് മനുഷ്യ ശരീരത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കുക വഴി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കുറച്ച് മേഖലയാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് എന്താണ്? ദേഹോപദ്രവം ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പരമാവധി മാക്സിമം എന്തായിരിക്കും സംഭവിക്കുക? ദേഹോപദ്രവം ഒരു വ്യക്തി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആൾ മരണപ്പെടും. അത്തരത്തിൽ ദേഹോപദ്രവം മൂലം ഒരാൾ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് നരഹത്യ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? കൊലപാതകം, നരഹത്യ എന്നീ പേരുകളിലാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്. അതിൽ ഭാരതീയ ന്യായ സംഹിതയും അതേപോലെ ഇന്ത്യൻ പീനൽ കോഡ് നമ്മൾ രണ്ടും പഠിച്ചാണ് പോകുന്നത്. ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിയാൽ IPC 299 എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്, അല്ലേ? അത് ഭാരതീയ ന്യായ സംഹിതയിൽ പ്രതിപാദിക്കുന്നത് 100 എന്നാണ്. അപ്പോൾ 100 എന്നാണ് ഭാരതീയ ന്യായ സംഹിതയിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. IPCയിലാണെങ്കിൽ 299 എന്നും അതിൽ പറയുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ എന്താണ് ഈ IPC 299 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് പറയുന്നത്, അല്ലെ? കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? കുറ്റകരമായ നരഹത്യ എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ മരണപ്പെടുന്നു, അല്ലെ? എങ്ങനെയാണ്? മറ്റൊരാളിനാൽ മരണപ്പെടുന്നു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നു. ഇതാണ് നമ്മൾ ഈ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ മറ്റൊരാളുടെ മരണത്തിന് കാരണമാകുന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്? കൾപ്പബിൾ ഹോമിസൈഡാണ്, അല്ലെ? ഒരാളെ പിടിച്ച് അടി കൊടുത്തു, ആൾ മരണപ്പെട്ടു, അല്ലെ? അടി കൊടുത്തു, ആൾ മരണപ്പെട്ടു. എന്തുകൊണ്ടടിച്ചു? ആയുധം ഉപയോഗിച്ചായിരിക്കും, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഏതെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കും പ്രഹരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണം സംഭവിച്ചു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? മരണം സംഭവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആളിനെ പ്രഹരിച്ചത്, അല്ലേ? പിന്നെയോ ആ പ്രഹരിക്കുന്ന സമയത്ത് ആയുധം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എന്താണ്? ദേഹോപദ്രവം ഉണ്ടാക്കണമെന്നുള്ള ഒരു ലക്ഷ്യം അതിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? പിന്നെയോ ഈ ആയുധം ഉപയോഗിച്ച് അയാളെ പ്രഹരിക്കുമ്പോൾ അത് കൊണ്ടു കഴിഞ്ഞാൽ ആൾ മരണപ്പെടും എന്നും അറിയാവുന്നൊരു സാമാന്യമായൊരു യുക്തിയും ഉണ്ടായിരിക്കും. അപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആയുധം ഉപയോഗിച്ച് ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അയാൾ കൊല ചെയ്യപ്പെടുമെന്നുള്ള സാമാന്യ യുക്തിയും അറിവും ഉണ്ടായിരിക്കെ അയാളെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുക എന്ന് പറയുന്നത് എന്താണ്? ബോധപൂർവം ചെയ്തൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്താ വിശേഷിപ്പിക്കുന്നത്? കുറ്റകരമായിട്ടുള്ളൊരു നരഹത്യ എന്ന ശ്രേണിയിലാണ് ഇതിനെ നമ്മൾ പെടുത്താറുള്ളത്, അല്ലേ? ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഏതാണ്? സെക്ഷൻ 299 ആണ്. അതേപോലെ തന്നെ എന്താണ്? മർഡർ എന്ന് പറയുന്നുണ്ട്, കൊലപാതകം എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പോൾ മർഡറിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് IPC 300 ആണ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ 300 ആണ് മർഡർ എന്ന് പറയുന്ന സംഭവത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ ഇത് 301 ആണ്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ 301 ഇന്ത്യൻ പീനൽ കോഡിലാണെങ്കിൽ ഇത് 300 എന്ന് നമുക്കറിയാം, അല്ല? എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? മരണം സംഭവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരാളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന പ്രക്രിയക്കാണ് നമ്മളിത് പറയുന്നത്, അല്ലേ? കുറ്റകരമായിട്ടുള്ള നരഹത്യ എന്നൊക്കെയാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിനെ നരഹത്യയായിട്ട് തന്നെ കണക്കാക്കും. പക്ഷേ കുറ്റകരമായ നരഹത്യ അല്ലാതെയാക്കി മാറ്റുന്ന ചില ലൂപ്പ് ഫോൾസ് അല്ലെങ്കിൽ പഴുതുകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ നോക്കിയാൽ എന്തായിരിക്കാം ഇവിടെ സംഭവിക്കുന്ന ഒന്നാമത്തെ എക്സെപ്ഷൻ? അതായത് കുറ്റകരമായ നരഹത്യ എന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തായിരിക്കാം? വേണമെങ്കിൽ ഒരല്പം ഇളവ് ലഭിക്കുവാൻ ചില സാഹചര്യങ്ങളുണ്ടാകും. അതിലൊന്നാമത്തെ സാഹചര്യം എന്ന് വെച്ചാൽ എന്താണ്? ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനാണ്. അതായത് പെട്ടെന്നുണ്ടായൊരു പ്രകോപനത്താൽ, നമ്മൾ നടത്തുന്ന ആക്രമണത്താൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രകോപനം ഉണ്ടാക്കുവാനുണ്ടായൊരു സാഹചര്യം ഈ മരണപ്പെട്ട വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇളവ് കിട്ടും. അതായത് നമ്മൾ വളരെ ശാന്തനായിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ വളരെ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ എതിർകക്ഷി എന്തെങ്കിലും ഒരു പ്രവൃത്തി നടത്തി കഴിഞ്ഞാൽ ആ പ്രകോപനം മൂലം നമ്മുടെ പെട്ടെന്നുള്ള മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിൽ അയാൾ മരണപ്പെടുന്നു. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ചൊരു കുറ്റകൃത്യമല്ല ഇത്. പെട്ടെന്നുണ്ടായൊരു പ്രകോപനത്താൽ സംഭവിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ഒരു ഇളവ് അല്ലെങ്കിൽ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമത് നോക്കിയാലോ? എക്സീഡിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്നാണ്. അതായത് ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ഇവിടെ നിരായുധനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിരായുധനായിട്ട് നിൽക്കുന്ന നമ്മുടെ നേരെ കുറച്ചാളുകൾ മാരകായുധങ്ങളുമായിട്ട് ചാടി വീണ് നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രതിരോധിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പ്രതിരോധിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ പ്രതിരോധ സംഘടനത്തിനിടയിൽ ഒരാൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്ന ഒരാൾ മരണപ്പെടുന്നു. അപ്പോൾ നമ്മൾ സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പ്രതിരോധ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ കുറ്റം ആണെന്ന് തീർത്തു പറയാൻ സാധിക്കില്ല. കാര്യം നമ്മൾ
വളരെ ശാന്തനായി നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ നമുക്ക് സ്വയം പ്രതിരോധിക്കേണ്ടി വന്നു. ആ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? അറ്റാക്ക് ചെയ്യാൻ വന്നയാൾക്ക് മർദ്ദനമേൽക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമുക്കെന്തുണ്ട്? ആനുകൂല്യത്തിന് അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത് നമുക്ക് നോക്കാൻ ധരിക്കാം, എക്സീഡിങ് ലോഫുൾ എക്സ്പീരിയൻസ് ഓഫ് പവർ എന്ന് പറയാൻ പറ്റും. അതായത് നിയമാനുസൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ബാധ്യതപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവർ നിയമപരമായിട്ട് ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെടുന്നു. അതായത് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം നടത്തുന്നതിനിടയിൽ എന്തായിരിക്കും, ജനങ്ങളെ ദ്രോഹിക്കുവാൻ വന്ന ഒരു തീവ്രവാദി കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ അതെന്തായിട്ട് കണക്കാക്കാം നമുക്ക്? ആ പോലീസുകാരൻ ചെയ്ത കുറ്റമല്ല, കുറ്റകരമായ നരഹത്യയല്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പിന്നെയോ നാലാമത്തെ സഡൻ ഫൈറ്റാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫൈറ്റ്, ഒരു ലഹള, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സംഭവിക്കാം. ചിലപ്പോൾ മരണമൊക്കെ സംഭവിക്കാം. ഇതാണ് സഡൻ ഫൈറ്റ് എന്ന രീതിയിൽ നമുക്ക് പെടുത്താൻ പറ്റുക. ഇനി അഞ്ചാമതുണ്ട് ഡെത്ത് ഓഫ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ അനുവാദത്തോടു കൂടിയിട്ട്. അതായത് ഇപ്പോൾ മരണപ്പെട്ടു പോകുമെന്ന് ഉറപ്പുള്ള ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് മരണം എന്ന് പറയുന്നത് വേദനാജനകമായിട്ട് ഉള്ള മരണമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു എനിക്ക് ദയാവധമാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്രകാരം എന്ത് ചെയ്യുന്നു? ദയാവധത്തിനുള്ള മാർഗ്ഗമൊന്നും ഇല്ലാതെ വരുമ്പോൾ അദ്ദേഹം മരിക്കുവാൻ സന്നദ്ധനായിക്കൊണ്ട് മറ്റൊരാളെ കൊണ്ടത് ചെയ്യിപ്പിക്കുമ്പോൾ അനുവാദത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിനും ചെറിയ രീതിയിൽ ഇളവുകളുണ്ട് എന്നൊക്കെയാണ് നമ്മളുടെ ഈ നരഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് വെറും 2 സെക്ഷനുകളേ ഉള്ളൂ. ഒന്ന് IPC 299 കൾപ്പബിൾ ഹോമിസൈഡും അതേപോലെ IPC 300 മർഡർ എന്ന് പറയുന്നതുമാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സെക്ഷനുകളുമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദ ബെസ്റ്റ്.